ഈ വീഡിയോയിൽ കേവലം വിവോ Y7 പ്രോയുടെ ഗെയിമിംഗ് റിവ്യൂ മാത്രമല്ല ഉള്ളത്. ഈ വീഡിയോ കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾക്ക് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഒന്നാമതായിട്ട്, വിവോ Y7 പ്രോയുടെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട്? രണ്ടാമത്, സ്നാപ്ഡ്രാഗൺ 710നേക്കാളും എന്തുകൊണ്ടാണ് സ്നാപ്ഡ്രാഗൺ 712 ഒരു ബെറ്റർ ചിപ്സെറ്റ് ആയിരിക്കുന്നത്? സ്നാപ്ഡ്രാഗൺ 712മായി വരുന്ന Realme 5 Pro പോലുള്ള ഡിവൈസുകളിൽ നിന്ന് എങ്ങനെയുള്ളൊരു ഗെയിമിംഗ് പെർഫോമൻസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്നും ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയാം. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. വിവോ Y7 പ്രോയിൽ നമ്മൾ 45 മിനിറ്റ് പബ്ജി മൊബൈലാണ് കളിക്കാൻ പോകുന്നത്. ഈ ഡിവൈസിൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഡീഫോൾട്ടായിട്ട് ഹൈ ഗ്രാഫിക്സ് സെറ്റിംഗ് ആണ് നമുക്ക് ലഭിച്ചത്. അതിൻ്റെ അർത്ഥം ഇതിനകത്തുള്ള ഗെയിം പ്ലേ വളരെ സ്മൂത്ത് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഗ്രാഫിക്സ് സെറ്റിംഗ് ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. HD ഹൈ വരെ സപ്പോർട്ട് ചെയ്യും. അൾട്രാ HDയോ HDRോ ഒന്നുമില്ല. പക്ഷേ ഈ ബഡ്ജറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോണിനും അൾട്രാ HDയോ HDRോ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. നമ്മൾ ആദ്യമേ കളിക്കാൻ പോകുന്നത് TDM മോഡിലുള്ള പബ്ജിയാണ്. അങ്ങനെ അത് ഫസ്റ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം ഇതാണ്. ഇതിൻ്റെ ടച്ച് റെസ്പോൺസും അതുപോലെ തന്നെ ഈ പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഡിവൈസിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണുള്ളത്. ധാരാളം ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ആയിട്ടില്ലാത്ത ഒരു ഡിവൈസാണ്. ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കാണുന്നത്. 4GB റാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഗെയിം ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് TDM കളിക്കുമ്പോൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നമ്മുടെ ഗെയിം പ്ലേയെ ബാധിക്കുന്നത്. ഒന്ന്, ടച്ച് റെസ്പോൺസ്. 2, ഗ്രാഫിക് ക്വാളിറ്റി. ആദ്യമേ വിവോ Y7 പ്രോയിലുള്ള ടച്ച് റെസ്പോൺസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇനി കാണാൻ പോകുന്ന വിഷ്വലുകളെല്ലാം നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഈ ഡിവൈസ് അല്ലെങ്കിൽ ഈ ഗെയിം പ്ലേയിൽ ടച്ചിനോടുള്ള ഈ ഡിവൈസിൻ്റെ റെസ്പോൺസ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എത്ര ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് ആണെങ്കിലും എത്ര പെട്ടെന്നുള്ള മൂവ്മെൻറ്റുകളാണെങ്കിലും TDMൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത്ര പെട്ടെന്നുള്ള മൂവ്മെൻറ്റുകൾ. അത് നല്ല രീതിയിൽ കോപ്പപ്പ് ചെയ്യുന്നുണ്ട്. ഒരു രീതിയിലും ഒരു ലാഗോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു പെർഫോമൻസിൽ കോംപ്രമൈസോ വിവോയിലില്ല. ഇനി ഗ്രാഫിക് ക്വാളിറ്റി, രണ്ടാമത്തെ കാര്യത്തിലോട്ട് വരാം. സ്നാപ്ഡ്രാഗൺ 712ലുള്ള അഡ്രീനോ 616 എന്ന GPU ആണ് വിവോ Y7 പ്രോയിലെ ഗ്രാഫിക്കൽ ടാസ്കുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള എബോ ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അഡ്രീനോ 616 കാഴ്ചവെക്കുന്നു. സ്നാപ്ഡ്രാഗൺ 710ലും ഇതേ GPU തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിൽ പിടിക്കുക. ഇനി ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേയിൽ ഗെയിം പ്ലേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം. ഒരു രീതിയിലും അങ്ങനെ ഒരു പഞ്ച് ഹോൾ അവിടെ ഉള്ളതായിട്ട് പോലും ഈ ഗെയിമറിന് തോന്നിയില്ല. പൊതുവേ നമ്മളെല്ലാം കളിച്ച് പരിചയിച്ചിരിക്കുന്നത് ഒരു ഫുൾ നോച്ചോ അല്ലെങ്കിൽ ഡ്യൂ ഡ്രോപ്പ് നോച്ചോ അല്ലെങ്കിൽ പോയിൻറ്റ് നോച്ചോ ഒക്കെയുള്ള ഡിവൈസുകളാണ്. പക്ഷേ ഈ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഉള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ക്യാമറ ഇരിക്കുന്ന ലൊക്കേഷനാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിംഗർ കൺട്രോൾസിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് മാറ്റുമ്പോഴേക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്യാമറ അവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. ഒരു പോപ്പപ്പ് ക്യാമറയുള്ളൊരു ഡിവൈസ് അല്ലെങ്കിൽ ഫുൾ സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്ന Mi Max 3 പോലുള്ളൊരു ഡിവൈസ്, അതിൽ കളിക്കുന്ന ഒരു എക്സ്പീരിയൻസുമായിട്ട് ഒത്തിരി സിമിലാരിറ്റി ഉള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് വിവോ Y7 പ്രോയുടെ ഈ ഡിസ്പ്ലേ നൽകുന്നുണ്ട്. ഏതൊരു സ്മാർട്ട് ഫോൺ ആണെങ്കിലും അതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെയും മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഡിസ്പ്ലേ ക്വാളിറ്റി. വിവോ Y7 പ്രോയിൽ 6.53 ഇഞ്ച് ഫുൾ HD പ്ലസ് പാനലാണ് നൽകിയിരിക്കുന്നത്. 395 പിക്സൽസ് പെർ ഇഞ്ചാണ് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി. നല്ല ഇമേജ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള ഔട്ട്പുട്ടുകളും നൽകുന്ന വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ ആണ് വിവോ Y7 പ്രോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഗെയിമിങ്ങിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ്. അതായത് ഓരോ കാര്യത്തിലും അതിൻ്റേതായ ഡെഫിനീഷൻ വ്യക്തമാക്കി നമുക്ക് കാണിക്കുന്നു. ഓരോ സ്മാർട്ട് ഫോണിൻ്റെയും ഗെയിം പ്ലേയെ നന്നായി ബാധിക്കുന്ന മറ്റൊരു സംഗതിയാണ് ബാറ്ററി ലൈഫ്. എത്ര നല്ല ഗ്രാഫിക്കൽ ഔട്ട്പുട്ട് നൽകുന്ന ഒരു ഡിവൈസ് ആണെങ്കിലും നല്ല ബാറ്ററി ലൈഫ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗെയിം പ്ലേയെ അത് ബാധിക്കും. വിവോ Y7 പ്രോയ്ക്ക് ഈ കാര്യത്തിൽ ഒരു ടെൻഷൻ ഫ്രീ ഗെയിം പ്ലേ നമുക്ക് ഓഫർ ചെയ്യാനുണ്ട്. കാരണം 5000 mAh ബാറ്ററി ഇത് ഓഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ ക്വിക്ക് ചാർജും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. വിവോ Y7 പ്രോയിലുള്ള ഈ ഗെയിം പ്ലേ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്കുള്ളൊരു ചെറിയ കൺസേൺ ഈ ഡിവൈസിൻ്റെ സ്പീക്കറിൻ്റെ പെർഫോമൻസിലായിരുന്നു. സ്പീക്കർ മോശമാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. സൗണ്ട് എഫക്ട്സിനോടുള്ള ഈ സ്പീക്കറിൻ്റെ റെസ്പോൺസ് അത്ര എക്സലൻ്റ് അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. ഒരു ഡെമോ ഇപ്പോൾ പ്ലേ ചെയ്യാം. നിങ്ങൾ തന്നെ കേട്ടിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് നോക്കുക. സ്പീക്കർ തീരെ മോശമാണ് എന്നല്ല പറഞ്ഞു വന്നത്.
അല്പം കൂടെ സൗണ്ട് എഫക്ട്സിനോട് ഈ സ്പീക്കറിന് ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഡെപ്ത് ഉണ്ടായിരുന്നെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിം പ്ലേക്ക് അത് ഒത്തിരി ഉപകാരപ്രദമായിരിക്കും എന്നെനിക്ക് പേഴ്സണലായിട്ട് തോന്നി. ഇനി ഒരു ചെറിയ കൺക്ലൂഷനിലേക്ക് വരാം. വിവോ Z1 പ്രോയുടെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നല്ല ഗെയിമിംഗ് പെർഫോമൻസ് എന്ന് പറയാം. 4.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് തന്നെ ഞാൻ കൊടുക്കും. ഏകദേശം 25 മിനിറ്റ് ഗെയിം പ്ലേ മുന്നോട്ട് പോയതിന് ശേഷം ഫോൺ ഏതെങ്കിലും രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ടോ, ഡിസ്പ്ലേ ഹീറ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രോസസ്സർ ലൊക്കേഷനിലെ ഹീറ്റുണ്ടോ, ഇതെല്ലാം ഞങ്ങൾ നോക്കി. ഒരു രീതിയിലുള്ള ഹീറ്റിങ്ങും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ കഴിയും വിവോ Z1 പ്രോയിൽ നല്ല ഗെയിം പ്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് സ്നാപ്ഡ്രാഗൺ 712 സ്നാപ്ഡ്രാഗൺ 710നേക്കാളും മെച്ചപ്പെട്ട ഒരു ചിപ്പായിരിക്കുന്നത്? സ്നാപ്ഡ്രാഗൺ 712 ഉപയോഗിക്കുന്ന Realme 3 Pro എന്ന ഡിവൈസിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ഈ ചാനലിൽ ചെയ്തതാണ്. ദയവ് ചെയ്ത് നിങ്ങളത് കാണുക. അത് മുഴുവനായിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ അവസാനത്തെ ഹീറ്റിംഗ് ടെസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അങ്ങനെ ഞാൻ പറയാൻ കാരണം സ്നാപ്ഡ്രാഗൺ 710ൻ്റെ ഹീറ്റിംഗ് വല്ലാതെ കൂടുതലായിരുന്നു. എക്സ്പെഷ്യലി Realme 3 Proയിൽ. നമ്മൾ മറ്റ് ചില ഡിവൈസുകളിലും ഇതേ ചിപ്സെറ്റ് ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അല്പം മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്നാപ്ഡ്രാഗൺ 712 അങ്ങനെ ഒരു ഇഷ്യൂവേ കാണിക്കുന്നില്ല. സ്നാപ്ഡ്രാഗൺ 712ന് സ്നാപ്ഡ്രാഗൺ 710നേക്കാളും ചെറിയൊരു സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് 2.2 GHz നിന്നും 2.3 GHz അപ്ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു വ്യത്യാസം. ഒരേ GPU, ഒരേ മോഡം, ഒരേ DSP, ഒരേ ISP എല്ലാം സിമിലറാണ്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് തെർമൽ കൺട്രോളിൻ്റെ കാര്യത്തിൽ സ്നാപ്ഡ്രാഗൺ 710 ഒത്തിരി മുന്നിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു Realme 3 Proയുടെ ഗെയിം പ്ലേ വെച്ച് നോക്കുമ്പോൾ വിവോ Z1 പ്രോയുടെ ഗെയിം പ്ലേ ഒക്കെ വളരെ സ്മൂത്താണ്, എഫിഷ്യൻ്റാണ്. Realme 5 Pro പോലെ സ്നാപ്ഡ്രാഗൺ 712മായി വരുന്ന മറ്റ് സ്മാർട്ട് ഫോണുകളിൽ നിന്ന് എങ്ങനെയുള്ളൊരു ഗ്രാഫിക് പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം? മൂന്നാമത്തെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് 2-3 ടെസ്റ്റുകളും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന് മൂവിങ് ഒബ്ജക്റ്റ് ടെസ്റ്റും പിന്നെ ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ടാവുന്ന ഒരു മോഷൻ ടെസ്റ്റും കൂടെ. മൂവിങ് ഒബ്ജക്റ്റ് ടെസ്റ്റിലൊന്നും ഈ ഡിവൈസിന് യാതൊരു വിധത്തിലുള്ള സ്ട്രെയിൻ ഇല്ല. ഇനി ഒരേ ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും ഒരു ലാഗ് ഉണ്ടാകുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അവിടെയും യാതൊരുവിധ ഇഷ്യൂസുമില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, Realme 5 Pro പോലെ സ്നാപ്ഡ്രാഗൺ 712വുമായിട്ട് വരുന്ന മറ്റ് ഡിവൈസുകളിൽ നിന്ന് ഇതിനോട് സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഈ വീഡിയോയുടെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? 45 മിനിറ്റോളം ഗെയിം കളിച്ചതിന് ശേഷം വെറും 10% മാത്രമാണ് ബാറ്ററി കപ്പാസിറ്റിയിലുണ്ടായിരിക്കുന്ന ഡിക്ലൈൻ. ഇനി ഹീറ്റിങ്ങിനെക്കുറിച്ച് ചെറുതായിട്ടുള്ളൊരു ഹീറ്റിംഗ് ആ ഫിംഗർ പ്രിൻറ്റിൻ്റെ അടുത്ത് തോന്നിയെങ്കിലും ഓവറോൾ ഫോണിൻ്റെ ടെമ്പറേച്ചർ വളരെ ലോ ആയിരുന്നു. സോ ഗെയിമിംഗ് പെർഫോമൻസ് വെരി സാറ്റിസ്ഫാക്ടറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകളും നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ കഴിയും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടോ ദയവ് ചെയ്ത് അവ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്.